സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലാണ് ഞാൻ വളർന്നതെങ്കിൽ നമ്മൾ കൊച്ചിലെ കണ്ടുപഠിക്കുക ചെയ്യുന്നത്. അപ്പം സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപഠിച്ച് ആ മൂവ്മെൻറ്റ്സും ആ ഗെസ്റ്റേഴ്സും ആ സംഭാഷണ രീതിയിലും എന്നിലുണ്ടാകാം. വിഷ്ണു എൻ്റെ കാഴ്ചപ്പാടിൽ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആയിരുന്നു. പുരുഷനാണ്, പക്ഷെ സ്ത്രൈണതയുണ്ട്. അതുകൊണ്ടാണ് വിഷ്ണുവിന് പെട്ടെന്ന് മോഹിനിയാകാൻ കഴിയുന്നത്. വിഷ്ണു മോഹിനിയാകുന്നുണ്ട്. ആരെയാണ് പറ്റിക്കുന്നത്? അമൃത് എടുക്കുന്ന സമയത്ത് അസുരന്മാരെ പറ്റിക്കുന്നു കുറേ പുരുഷന്മാർ. അസുരന്മാരെന്ന് പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ ബുദ്ധിസ്റ്റുകളാണ്. സുര കഴിക്കാത്തവരാണ് അസുര, രാക്ഷസരൊന്നുമല്ല. സുര എന്ന് പറയുന്നത് പട്ടച്ചാരായം കഴിക്കാത്ത മനുഷ്യനാണ് ആ സുരർ. ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡറും ഒരു മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡറും തമ്മിൽ വിവാഹം കഴിയുമില്ല. അതിൽ ഫീമെയിൽ ടു മെയിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്സെക്ഷൽ പ്രോസസ്സിലേക്ക് മാറിക്കഴിഞ്ഞു. ഹാഫ് ടോപ്പ് സർജറി നടത്തി മെമ്മറി ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞു. ബോട്ടം സർജറി നടത്തിയിട്ടില്ല. അവർക്ക് യൂട്രസ് ഉണ്ട്, വജീനയൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന ആൾ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡറാണ്. എന്നിട്ട് ഇവർക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ അത് ആഘോഷിച്ചിട്ട് ഈ സാരി ഉടുത്ത പുരുഷൻ പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ജെൻഡർ അറിയിക്കാതെ വളർന്നു എന്ന് പറയുമ്പോൾ ജെൻഡർ എന്താണെന്ന് ഈ ആൾക്ക് മനസ്സിലായിട്ടേ ഇല്ല. ജെൻഡർ അറിയാതെ വളർത്താനും നോക്കൂല. നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കണേ, അല്ലെ ഒരു കൂട് കെട്ടി ഗ്ലാസ് കൂടിനകത്തിട്ട് വളർത്തണം. അവരെ കൊണ്ട് 10 മാസം ഗർഭം ചുമപ്പിച്ചു, അവരെ കൊണ്ട് പ്രസവിപ്പിച്ചു. ഒരു സ്ത്രീ ചെയ്യണ എല്ലാ പ്രവൃത്തിയും സ്ത്രീയിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ച പകുതിയോളം മാറിയ പുരുഷനെ കൊണ്ട് ചെയ്യിച്ച ഈ സാരി ഉടുത്ത പുരുഷൻ പകുതി പുരുഷനായി മാറിയ ഈ സ്ത്രീയോട് കാണിക്കുന്ന കൊടിയ ചതി. അതായത് അപ്പോഴും സ്ത്രീയെ പുരുഷൻ ചൂഷണം ചെയ്യും. സാരി ഉടുത്ത പുരുഷൻ പകുതി പുരുഷനായി മാറിയ സ്ത്രീയോട് പുരുഷൻ കാണിക്കുന്ന അതേ പ്രവൃത്തി ചെയ്യും. ട്രാൻസ്സെക്ഷലായി മാറി ഈ സ്ത്രീയോട് നിങ്ങൾ കാണിച്ചത് അന്യായമല്ലേ എന്ന് ആരും ചോദിക്കുന്നില്ല. നമസ്കാരം. ഇപ്പോഴും സമൂഹത്തിൽ പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി അഥവാ ലൈംഗിക ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു വേർഡ് പലരിലേക്കും അതിൻ്റെ അന്തസത്ത എന്താണെന്നുള്ളത് കൃത്യമായ രീതിയിൽ എത്തിയിട്ടില്ല. ഈ 2025 നിൽക്കുമ്പോൾ ഇപ്പോൾ പോലും പലരും മനസ്സിലാക്കാത്ത ഈ ഒരു സിറ്റുവേഷനിൽ പോലും 2008 ഇടം തേടി എന്ന പുസ്തകത്തിലൂടെ അവൾ മാറി അവനായ ഒരു ശ്രീനന്ദുവിൻ്റെ ഒരു കഥയിലൂടെ ഇടം തേടി എന്ന പുസ്തകത്തിലൂടെ ആ ഒരു കമ്മ്യൂണിറ്റിയെ അഥവാ അവരിലെ ഒരു ജീവചരിത്രം പോലെ നമ്മളിലേക്ക് എത്തിച്ച ഒരു പ്രശസ്തനായ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ജെ രാജശേഖരൻ നായർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. സാർ, ഈ കമ്മ്യൂണിറ്റി ഇപ്പോഴും നമുക്ക് LGBT ഇപ്പോഴാണ് ഈ വേർഡ് കുറച്ചും കൂടി ഒന്ന് ഫെമിലിയർ ആയി തുടങ്ങിയത്. ട്രാൻസ്ജെൻഡർ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രാൻസ്ജെൻഡർ എന്നുള്ള ആ ഒരു വേർഡിലാണ് കൂടുതലും നിന്നിരുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ളതിനപ്പുറത്തേക്ക് LGBTIQ അഥവാ LGBTQIA+ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ആഡിങ്സ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ എന്താണ് LGBT അഥവാ LGBTQIA? അതിൽ ഒന്ന്, നമ്മളിതൊരു പുതിയ കാര്യമൊന്നുമല്ല. ശിഖണ്ഡിനി സെക്സ് മാറുന്നതായിട്ടാണ്. ശിഖണ്ഡിയായിട്ട് മാറുന്നത് സെക്സ് ഒരു യക്ഷൻ്റെ അടുത്ത് പോകുമ്പോൾ യക്ഷൻ ഒരു മാല ഇട്ട് കൊടുക്കും, അങ്ങനെ മാറുന്നതായിട്ടാണ് ശിഖണ്ഡി. അതുകൊണ്ടാണ് ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി ഭീഷ്മരെ കൊല്ലാൻ പോകുമ്പം ആണും പെണ്ണുമല്ലാത്ത ആളായിട്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഭീഷ്മർ ആയുധം താഴെ വയ്ക്കുമ്പോഴാണ് അർജുനൻ ഒളിച്ച് കൊല്ലുന്നത്, ഒളിയം ചെയ്യുന്നത്. ശിഖണ്ഡിയെ നിർത്തി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അങ്ങനെ. 2, ഞാൻ കാണുന്നത് ഈ നമ്മുടെ വിഷ്ണു എൻ്റെ കാഴ്ചപ്പാടിൽ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആയിരുന്നു. പുരുഷനാണ്, പക്ഷെ സ്ത്രൈണതയുണ്ട്. അതുകൊണ്ടാണ് വിഷ്ണുവിന് പെട്ടെന്ന് മോഹിനിയാകാൻ കഴിയുന്നത്. വിഷ്ണു മോഹിനിയാകുന്നുണ്ട്. ആരെയാണ് പറ്റിക്കുന്നത്? അമൃത് എടുക്കുന്ന സമയത്ത് അസുരന്മാരെ പറ്റിക്കുന്നു കുറേ പുരുഷന്മാർ. അസുരന്മാരെന്ന് പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ ബുദ്ധിസ്റ്റുകളാണ്. സുര കഴിക്കാത്തവരാണ് അസുരർ, രാക്ഷസരൊന്നുമല്ല. സുര എന്ന് പറയുന്നത് പട്ടച്ചാരായം കഴിക്കാത്ത മനുഷ്യനാണ് ആ സുരർ. സംസ്കൃതത്തിലാണ് അശുദ്ധി, അശുദ്ധി, ശ്രദ്ധ, അശ്രദ്ധ, അങ്ങനെ ചേർത്താൽ ഓപ്പോസിറ്റ് മീനിങ്. ഏതായാലും അവിടെ കയ്യിൽ നിന്ന് ഈ അമൃത് എടുത്തുകൊണ്ട് വരാനായിട്ട് വശ്യമായി അവരെ വശീകരിച്ചുകൊണ്ട് വരുന്ന മോഹിനി, അത് നല്ല സ്ത്രൈണതയില്ലാത്ത ഒരു പുരുഷന് അത് ചെയ്യാനൊക്കില്ല. 2, അർജുനൻ വാസ് എ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ. കാരണം
അർജുനൻ ശൈരന്ദ്രിയായിട്ട് മാറുമ്പോൾ ആ ഒളിച്ചു താമസിക്കുന്ന സമയത്ത് സ്ത്രീകളുടെ അന്തഃപുരം സ്ഥലത്താണ് ഇയാൾ നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ ഇടയിൽ ഒരു പുരുഷൻ സ്ത്രീവേഷം കെട്ടി നിൽക്കുമ്പോൾ അവർക്ക് ഒരു വർഷമാണ് തിരിച്ചറിയാൻ ഒത്തില്ലെങ്കിൽ അയാൾക്ക് സ്ത്രീകളോട് തുല്യമായ സ്ത്രൈണതയുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും വാസ്തവത്തിൽ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡറാണ്. അവരെ അങ്ങനെ അവതരിപ്പിക്കുന്നില്ലെങ്കിൽ ശിഖണ്ഡി അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ശിഖണ്ഡി ഇതൊരു പുതിയ കോൺസെപ്റ്റ് ഒന്നുമല്ല. മനുഷ്യർക്ക് അങ്ങനെ ഒരു പുരുഷനാകുമ്പോൾ ചിലപ്പോൾ സ്ത്രീയുടെ ബോധമുണ്ടാകാം, സ്ത്രീക്ക് പുരുഷൻ്റെ ബോധമുണ്ടാകും. ഇതൊക്കെ ഇതിനകത്ത് LGBT എന്ന് പറയുമ്പോൾ QI ഒക്കെ നിൽക്കട്ടെ, അതൊക്കെ ദേ ആർ ഓൾ അഡീഷൻസ്. ബേസിക് നമ്മൾ LGBT ആണ്. ഈ വേർഡ് തന്നെ ഈ അംബ്രല്ല ഫോം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം നമ്മളൊരു എക്സാമ്പിൾ, നമ്മളിപ്പോൾ ആദിവാസികൾ കേരളത്തിൽ 33-34 ആദിവാസി ഗ്രൂപ്പുകളുണ്ട്, നമ്മളങ്ങ് പറഞ്ഞു പോകുന്നു. പക്ഷെ നിങ്ങൾ നോക്കൂ, ഓരോ ആദിവാസിയും മറ്റേ ആദിവാസി ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തരാണ്. ചില ആദിവാസിയുടെ വീടുകളിൽ മറ്റു ചില ആദിവാസികളെ കയറ്റില്ല. കാരണം മറ്റൊരു നമ്പൂരിമാർ ഇവർ താഴ്ന്നവരായിട്ടാണ് അവരുടെ ഇടയിൽ കാണുന്നത്. ഒരുപാട് ജാതി വ്യത്യാസം, അവരുടെ ക്രിമേഷന് വ്യത്യാസമുണ്ട്, അവരുടെ റിച്വൽസിന്, അവർ എല്ലാം വരും. പക്ഷെ നമ്മൾ ഒരു അംബ്രല്ല പോലെ ഒരു കോമൺ ഇതിനകത്ത് ആദിവാസി എന്ന് പറയുന്നത് പോലെയാണ് LGBT. കാരണം LGBTയുടെ എക്സ്പാൻഷൻ എന്താണ്? L stands for lesbian. Lesbian is woman to woman relationship. G stands for gay. Gay means man to man. B stands for bisexual. അതായത് പുരുഷനുമായിട്ടും സ്ത്രീയുമായിട്ടും ബന്ധമുള്ള ബൈസെക്ട്. ഇതെല്ലാം സെക്ഷൽ ആക്റ്റുമായി ബന്ധപ്പെട്ടാണ്. T എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആണ്. ട്രാൻസ്ജെൻഡറിന് സെക്സുമായിട്ട് ബന്ധമൊന്നുമില്ല. സെക്സ് അല്ല അവിടുത്തെ പ്രധാനം. നിങ്ങളൊരു ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡർ ആണ് ചേർത്ത്. ആ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡർ ഒരു സ്ത്രീയാണ്, പുരുഷനാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവരുടെ ബോധത്തിൽ അവർ പുരുഷനാണ്, പക്ഷെ അവർ സ്ത്രീയാണ്. ആ ബോധം ജെൻഡർ ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. സെക്സ് ബയോളജിക്കലി ഡിഫൈൻഡ് ആണ്. സെക്സ് അപ്പം ഞാൻ മെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും മാൻ എന്ന് പറയണം, മെയിൽ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. മെയിൽ ഈസ് ജെൻഡർ ആൻഡ് മാൻ ഈസ് ബയോളജിക്കൽ. ഇവിടെ LGB എന്നുള്ള ബയോളജിക്കൽ പോലുമല്ല, അത് വാസ്തവത്തിൽ ഒരാളുടെ സ്വകാര്യത, അയാളുടെ ലൈംഗികതയാണ്, ലൈംഗിക പ്രിഫറൻസ് ആണ് അത് പറയുന്നത്. മറ്റത് ലൈംഗികത പ്രിഫറൻസ് അല്ല, അവരുടെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. സാധാരണ നമ്മുടെ പല കാര്യങ്ങളും സോഷ്യലി കൺസ്ട്രക്റ്റ് ആണ്. പാട്രിയോട്ടിസം ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. ഞാൻ ഇന്ത്യ താമസിക്കുമ്പോൾ ഇന്ത്യയാണ് പാട്രിയോട്ടിക്. ഞാൻ എൻ്റെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിലാണ്, പാട്രിയോട്ടിസം പാകിസ്ഥാൻ എന്നുള്ളതാണ്. സോഷ്യലി കൺസ്ട്രക്റ്റഡ്. മദർഹുഡ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്. മാതൃത്വം എന്നൊക്കെ പറയുന്നത് എല്ലാ അമ്മമാർക്കും ഒരുപോലെ മാതൃത്വമുള്ളതാണെങ്കിൽ അമ്മമാർ പ്രസവിച്ച കുട്ടിയെ വെളിയിൽ കൊണ്ട് കളയില്ല. അപ്പോൾ ഇത് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. കുന്തിക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി കുന്തി വിവാഹം കഴിക്കാത്തതുകൊണ്ടാണ് കുന്തി പുറത്ത് കളയുന്നത് കർണനെ. രണ്ടാമത് കുന്തി വിവാഹം കഴിക്കുന്ന ആളിൽ നിന്ന് 3 കുഞ്ഞുങ്ങളുണ്ടാകും. 3 ആ ആൾ പാണ്ഡുവിൻ്റെ അല്ല, സംബടി എൽസാണ്. പക്ഷേ പാണ്ഡുവിൻ്റെ ഭാര്യ എന്ന ലേബൽ മതി അവർ മാതൃത്വം, മഹത്തായ മാതൃത്വമായിട്ട് മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലൊരു സോഷ്യലി സ്ട്രക്ചേർഡ് കണ്ടീഷൻഡ് ഫോമാണ് T. അത് അതിന് ബയോളജിക്കലായിട്ടോ ജനറ്റിക്കലായിട്ടോ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ T ട്രാൻസ്ജെൻഡർ തന്നെ ട്രാൻസ്സെക്ഷൽ ആവുന്ന ഒരു അതായത് സ്റ്റേജസ് ആണ് ഞാൻ പറഞ്ഞത്. ട്രാൻസ്ജെൻഡർ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലാണ് ഞാൻ വളർന്നതെങ്കിൽ നമ്മൾ കൊച്ചിലെ കണ്ടുപഠിക്കുക ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപഠിച്ച് ആ മൂവ്മെൻറ്റ്സും ആ ഗെസ്റ്റേഴ്സും ആ സംഭാഷണ രീതിയിലും എന്നിലുണ്ടാകാം. അപ്പം ഞാൻ കാണുന്നത് എൻ്റെ ബോധത്തിനകത്ത് ഞാനൊരു പുരുഷനാണോ സ്ത്രീയാണോ എന്നൊരു ബോധം ഉണ്ടാകും. സോഷ്യലി കൺസ്ട്രക്റ്റഡ്. അത് ബയോളജിക്കലല്ല, അത് ജനറ്റിക്കലുമല്ല, അത് സൈക്കോളജിക്കൽ ഡിഫോമിറ്റിയുമല്ല. ഞാൻ പുരുഷനാണെന്ന് ഒരു ബോധം എനിക്കുണ്ട്. പുരുഷൻ എങ്ങനെയായിരിക്കണം? നമ്മൾ തലമുടി പെൺകുട്ടികൾ മുടി മുറിക്കുകയാണെങ്കിൽ ബോയ് കട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. വൈ ബോയ് കട്ട്? ക്രോപ്പ് കട്ട് എന്ന് പറഞ്ഞാൽ പോരെ? നോ, നമ്മൾ ബോയ് കട്ട്. അത് പുരുഷനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ആ പുരുഷന് ചില മോൾഡുണ്ട്, ഡ്രസ് പാറ്റേൺ ഉണ്ട്, അതെല്ലാം ഇവർ ചെയ്യുന്ന രീതി വരുമ്പോഴത്താണ് ഇവരെ ഒരു മെയിൽ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. അതിൽ ഐശ്വര്യ ചോദിച്ച ചോദ്യം ട്രാൻസ്സെക്ഷൽ എന്ന് പറയുന്ന ഒരു ട്രാൻസ്സെക്ഷൻ. ഇപ്പം ട്രാൻസ്ജെൻഡർ, സപ്പോസ് ഐ ആം എ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ എനിക്ക് ജെൻഡർ ബോധം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ജെൻഡർ ബോധമല്ല, എനിക്ക് സ്ത്രീയായി മാറണം, ശരീരം കൊണ്ട് ഞാൻ സ്ത്രീ ആകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ജെനീഷ്യൽസിനകത്ത് ഞാൻ ജെനീഷ്യൽ റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് പറഞ്ഞുകൊണ്ട്, സ്ത്രീകൾക്ക് ടോപ്പ് സർജറിയും ബോട്ടം സർജറിയാണ്, പുരുഷന് ബോട്ടം സർജറി മാത്രമാണ്. അപ്പം അതിനകത്ത് സ്ത്രീകൾക്ക് ബോട്ടം സർജറി നടത്തുമ്പോഴത്തേക്കും അത് 2 രീതിയിലുണ്ട്. ഒന്ന് അവരുടെ ഈ ക്ലിറ്ററസ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് വേറെ ശരീരത്തിൽ നിന്ന്
ടിഷ്യൂസ് എടുത്തിട്ട് ഫാലസ് അവിടെ ഉണ്ടാക്കി വെക്കുന്നു, അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് ഫാലസ് വേറെ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചില ഒരു പൈപ്പ് പോലെ മോട്ടർ പോലെ ചെറിയ അത് പ്രസ് ചെയ്യുമ്പം സലൈൻ വാട്ടർ ഈ ഫാലസിനകത്തേക്ക് പോവുക, അങ്ങനെ ഫാലസിനകത്ത് എറക്ഷൻ ഉണ്ടാകുന്നു. അവർക്ക് ദേ ക്യാൻ ഹാവ് സെക്ഷൽ റിലേഷൻഷിപ്പ്, ബട്ട് ഇജാക്കുലേഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ സെക്ഷൽ ആക്ടിന് വേണ്ടി മാത്രമായ രീതിയിൽ അത് ട്രാൻസ്ഫോം ചെയ്തെടുക്കാം. ഫീമെയിൽ ടു മെയിൽ ആണെങ്കിൽ, മെയിൽ ടു ഫീമെയിൽ ആണെങ്കിൽ എനിക്കൊരു വജീനെ എനിക്ക് ഓപ്പറേറ്റ്. ഈ ഇടയ്ക്ക് കുറെ വർഷത്തിന് മുമ്പ് ഒരു സ്ത്രീ മരിച്ചായിരുന്നു, ഓപ്പറേഷൻ, അവർക്ക് അത് ഓപ്പറേഷൻ പ്രോപ്പർ ആയില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് അവർക്ക് എന്താണ് പ്രഗ്നൻസി ഉണ്ടാകില്ല, യൂട്രസ് ഒന്നുമില്ല. പക്ഷെ സെക്ഷൽ ആക്ട് വരെ നമ്മൾ സെക്ഷൽ ആക്ടിന്റെ, എന്തിനാണ് സെക്ഷൽ ആക്ട്? റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്, അത്രയേ ഉള്ളൂ. റീപ്രൊഡക്ഷൻ വേണ്ടി ടൂള്, ഈ ടൂള് മാത്രം ഫങ്ഷൻ ചെയ്യും, റീപ്രൊഡക്ഷൻ ആക്ടിവിറ്റി നടക്കത്തില്ല. ഈ സെക്ഷൽ ആക്ട് വരെ അത് ലിമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിലേക്കാണ് ഈ ട്രാൻസ്സെക്ഷൽ വരുന്നത്. അത് ഫീമെയിൽ ടു മെയിലും മെയിൽ ടു ഫീമെയിലും ആണ്. ഇവിടെയൊക്കെ ഓപ്പറേഷൻ ഉണ്ട്, പക്ഷെ വെളിയിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട്. ഞാൻ ഈ പറഞ്ഞ നന്ദു തന്നെ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡർ ആയിരുന്നു. നന്ദു ആദ്യം ടോപ്പ് സർജറി നടത്തി, മാമറി ഗ്ലാൻസും അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്തു. ദെൻ നന്ദു അണ്ടർവെന്റ് ബോട്ടം സർജറി. നന്ദു ആർട്ടിഫിഷ്യൽ ഫാലസ് വെച്ചു. നന്ദു ഒരു പുരുഷനായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകും എൻ്റെ തുടർച്ചയായിട്ട്. അപ്പോൾ നന്ദു നല്ല തിക്ക് ബയേർഡൊക്കെ ഉള്ള ഒരാളാണ് നന്ദു. ഇപ്പോൾ തിക്ക് ബയേർഡുണ്ട് നന്ദുവിന്. കാണാനല്ല, നന്ദു പലപ്പോഴും പണ്ട് ഈ ഷോർട്സ് ബർമുഡ ഇട്ടുകൊണ്ട് നടക്കുന്നത്, അപ്പോൾ കാലിലൊക്കെ ഹെയറി ഗ്രോത്ത് എല്ലാം കാണിക്കുന്നതിനകത്ത് നന്ദുവിൻ്റെ പ്രത്യേകത അത് പുരുഷനായി മാറുന്നുള്ളതിൻ്റെ ഇതാണ്. അപ്പം നന്ദു ആ ഓപ്പറേഷൻ കഴിഞ്ഞ് പ്രോസസ്സിൽ കൂടെ വന്നതാണ്. നന്ദു എനിക്കൊണ്ട് വെളിയിൽ എവിടെയാണെന്ന് ഓപ്പറേഷൻ, ടോപ്പ് ബോട്ടം വെളിയിലൂടെ, ടോപ്പ് എറണാകുളത്ത് ഞാനുള്ളപ്പോഴാണ്, ഫേമിലുള്ളപ്പോഴാണ് ചെയ്യുന്നത്. അപ്പം സെക്ഷലായിട്ട് മാറുന്നു. പക്ഷെ നമ്മളിത് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട്, ഞാൻ ഈ ഒരു 6-7 മാസം മുമ്പ് നടന്ന ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അത് ഒരു ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡറും ഒരു മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡറും തമ്മിൽ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഫീമെയിൽ ടു മെയിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്സെക്ഷൽ പ്രോസസ്സിലേക്ക് മാറിക്കഴിഞ്ഞു. ഹാഫ് ടോപ്പ് സർജറി നടത്തി, മെമ്മറി ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞു. ബോട്ടം സർജറി നടത്തിയിട്ടില്ല, അവർക്ക് യൂട്രസ് ഉണ്ട്, വജീനയൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന ആൾ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡറാണ്. എന്നിട്ട് ഇവർക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ അത് ആഘോഷിക്കുന്നു. ആഘോഷിച്ചിട്ട് ഈ സാരി ഉടുത്ത പുരുഷൻ പറയുകയാണ്, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ജെൻഡർ അറിയിക്കാതെ വളർത്തും എന്ന് പറയുമ്പോൾ ജെൻഡർ എന്താണെന്ന് ഈ ആൾക്ക് മനസ്സിലായിട്ടേ ഇല്ല. ജെൻഡർ അറിയാതെ വളർത്താനും നോക്കൂല. നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കണേ, അല്ലെ ഒരു കൂട് കെട്ടി ഗ്ലാസ് കൂടിനകത്തിട്ട് വളർത്തണം. ജെൻഡർ നിങ്ങൾ ബോധപൂർവ്വം നിങ്ങളുടെ പുറത്ത് ആരും കൊണ്ട് ഇൻജക്ട് ചെയ്യുന്നൊന്നും അല്ല. യു പെർസീവ് സർട്ടൻ തിങ്സ്. അതിനുള്ള അനുകൂല അന്തരീക്ഷങ്ങൾ വരുമ്പം ആരും അതിനെ എതിർക്കാതിരിക്കുമ്പോൾ അത് നാച്ചുറലി വളർത്തുന്നത് എങ്ങനെയാണ്? അല്ലാതെ നിങ്ങൾക്ക് ജെൻഡർ അറിയിക്കാതെ എങ്ങനെ നിങ്ങൾ ഒരാളെ വളർത്താനത്? ഇനി അവർ ചെയ്ത ഏറ്റവും വലിയ കുറ്റം എന്താണ്? സാരി ഉടുത്ത പുരുഷൻ സ്ത്രീത്വത്തിൽ നിന്ന് മാറി, സ്ത്രീത്വമല്ല സ്ത്രീയിൽ നിന്ന് മാറി, പകുതി മാറി സ്ത്രീയെ ഗർഭിണിയാക്കി. ആ വ്യക്തിയോട് ചെയ്യാവുന്ന കൊലപാതകത്തെക്കാൾ വലിയ കുറ്റം. കാരണം അവർക്ക് സ്ത്രീയായിരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അവർ പുരുഷനായി മാറുന്നത്. ഒരുപക്ഷെ അവർ ധാരാളം പണം ഉണ്ടായിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ ഈ ഓപ്പറേഷൻ നടത്തുമായിരുന്നു. അതെനിക്കറിയില്ല. ഏതായാലും അവരുടെ മാമറി ഗ്ലാൻസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അവരെ ഈ സാരി ഉടുത്ത പുരുഷൻ ഇംപ്രഗ്നേറ്റ് ചെയ്തു. അവരെ കൊണ്ട് 10 മാസം ഗർഭം ചുമപ്പിച്ചു, അവരെ കൊണ്ട് പ്രസവിപ്പിച്ചു. ഒരു സ്ത്രീ ചെയ്യണ എല്ലാ പ്രവൃത്തിയും സ്ത്രീയിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ച പകുതിയോളം മാറിയ പുരുഷനെ കൊണ്ട് ചെയ്യിച്ച ഈ സാരി ഉടുത്ത പുരുഷൻ പകുതി പുരുഷനായി മാറിയ ഈ സ്ത്രീയോട് കാണിക്കുന്ന കൊടിയ ചതിയായിരുന്നു. കൊടിയ ചതി. അതായത് അപ്പോഴും സ്ത്രീയെ പുരുഷൻ ചൂഷണം ചെയ്യും. സാരി ഉടുത്ത പുരുഷൻ പകുതി പുരുഷനായി മാറിയ സ്ത്രീയോട് പുരുഷൻ കാണിക്കുന്ന അതേ പ്രവൃത്തി ചെയ്തു. ഷി വാസ് ഫോഴ്സ്ഡ് ടു ഡെലിവർ എ ചൈൽഡ്, ഹിസ് ചൈൽഡ്. എന്നിട്ട് ഈ കുഞ്ഞിനെ ജെൻഡർ എഴുത്താതെ വളർത്തും. ഇത് നമ്മൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ജെൻഡർ, എങ്ങനെയാണ് ഇവരോട് ഈ ഹാഫ് ട്രാൻസ്സെക്ഷലായി മാറി ഈ സ്ത്രീയോട് നിങ്ങൾ കാണിച്ചത് അന്യായമല്ലേ എന്ന് ആരും ചോദിക്കുന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിലോ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ബോധമില്ല. ഈ ആളുകളുടെ ഇടയിൽ, ഇവരുടെ ഇടയിൽ തന്നെ അവർ കറക്റ്റായിട്ട് ബോധമില്ല. അതിനൊരു പ്രധാന കാരണം ഇവിടുത്തെ NGOs ആണ്. അഗെയിൻ ഐ വുഡ് സേ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അവർ ഈ പ്രോപ്പറായ രീതിയിലൊന്നും അല്ല ഇവർക്ക് പ്രോജക്റ്റ് കിട്ടാനുള്ള ചില വഴികളാണ്. പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. ഏതെങ്കിലും 1-2 പുസ്തകത്തിൽ വായിച്ച്, ഞാൻ TV വരാണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ഫീമെയിൽ ടു മെയിൽ, നിങ്ങൾ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ? അവരൊരു ബുക്ക് വായിച്ചാണ്, ഞാൻ വേറൊരു ബുക്ക് വായിച്ചു കാണും.
ഇപ്പം ഞാൻ വായിച്ച ബുക്ക് നിങ്ങൾ വായിച്ചില്ല, നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? അവർ ഈ 2 ബുക്കിൻ്റെ അപ്പുറം അവർക്ക് ലോകമില്ല. അത് വെച്ചുകൊണ്ട് അവർ അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ്, NGOs കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് എന്തെന്ന് അറിയാത്ത. പിന്നെ പെർഫെക്റ്റ് എല്ലും പെർഫെക്റ്റ് ജിയും അപൂർവമാണ്. Majority are bisexuals, but their orientation will be lesbian or orientation will be gay. ഒരു പെർഫെക്റ്റ് ലെസ്ബിയന് ഒരു പുരുഷനായിട്ട് ബന്ധപ്പെടുന്നതിനെ ചിന്തിക്കാനൊക്കില്ല. ഒരു പെർഫെക്റ്റ് ഗേക്കും അതൊക്കില്ല. ഒരു മലയാളത്തിൽ ഒരു ഫിലിമുണ്ട്, മൈ ഫ്രണ്ട്, അങ്ങനെ എന്തോ ആണെന്ന്, ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുള്ള ഒരാൾ അഭിനയിച്ച ഇതാണ്. അതിനകത്ത് ഗേ ആണ്. അപ്പോൾ അതിലൊരു പയ്യൻ മാത്രം ഒരു കല്യാണം കഴിച്ചിട്ട് കുട്ടിയെ നമുക്ക് വളർത്താമെന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ഗേ ഫ്രണ്ട് ഉണ്ട്, അവൻ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. നല്ലൊരു ഫിലിമാണ് അത്. അത് ഏറെക്കുറെ ഭംഗിയായിട്ട് ഈ സബ്ജക്റ്റിനെ ഏറെക്കുറെ ഡീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ സിനിമ എടുക്കുന്ന പല സിനിമകൾ എടുക്കുന്നതിനകത്ത് അവരൊരു സ്ഥിരം ഫോർമാറ്റിനകത്ത് നിന്നുകൊണ്ടാണ് ഈ സാധനം കാണുന്നത്. ഇതിനെ പ്രോപ്പർ അനാലിസിസ്, എവിടെയൊക്കെയാണ് ഈ സ്റ്റേജസ് നിൽക്കുന്നത്, എവിടെയാണ് ട്രാൻസ്ജെൻഡർ. ഒന്നാമത് LGBT എന്ന് പറയാൻ പോലും പാടില്ല. ട്രാൻസ്ജെൻഡേഴ്സ് ഷുഡ് കം ഔട്ട് ഓഫ് ദിസ് ബ്രാക്കറ്റ്. ഞങ്ങൾ ഈ ഗ്രൂപ്പിലല്ല, ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ പ്രോബ്ലം സിംഗിൾ ഇൻവേർട്ടർ കോമ സോഷ്യലി അവർക്ക് പ്രോബ്ലം ഉണ്ടെന്നല്ലേ, സോഷ്യലി കൺസ്ട്രക്റ്റഡ് പ്രോബ്ലം ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രോബ്ലം, സോഷ്യലി കൺസ്ട്രക്റ്റഡ് പ്രോബ്ലം എന്ന് പറയാൻ T വിഭാഗത്തിന് ഒക്കണം. അപ്പോഴാണ് T വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചേർന്ന്. നമ്മളൊരു വിഷയത്തിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ വിഷയങ്ങളിൽ ഓരോ എലമെൻറ്റും തമ്മിൽ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകണം. അല്ലെങ്കിൽ നമ്മൾ ഒരു ബ്രാക്കറ്റിട്ട് എല്ലാം കൂടെ അങ്ങ് വെക്കും. LGBT അതിൻ്റെ കൂടെ Q ചേർക്കാം, I ചേർക്കാം, യു ക്യാൻ ആഡ് എനിത്തിങ്. ബട്ട് ദ എസെൻസ് ഈസ് വെദർ LGBയുടെ കൂടെ Tയും Q ഒക്കെ വന്നോ. അത് ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെയാണ് അതിൻ്റെ പുറത്ത് വരേണ്ടത്, പുറത്തൊരാളല്ല. ദേ ഷുഡ് ലേൺ ദ ഡിഫറൻസ് ആൻഡ് ദേ ഷുഡ് കം ഔട്ട് ഓഫ് ദ ബ്രാക്കറ്റ് ഇൻ വിച്ച് ദേ ഹാവ് ബീൻ റോങ്ലി ബ്രാക്കറ്റഡ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ തന്നെ വിഷയം എടുത്തു വരുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ബയോളജിക്കലായിട്ടും കൂടെ മാറണം, അഥവാ ഈ ഒരു സെക്ഷുവൽ കൺസെപ്റ്റ് കൂടി അവരുടെ സെക്ഷുവൽ ഓറിയന്റേഷൻ കൂടി അവരുടെ ഇതിൽ വരുമ്പോഴാണല്ലോ അവർ ട്രാൻസ്സെക്ഷുവൽ ആയിട്ട് മാറുന്നത്. ഈ ട്രാൻസ്ജെൻഡർ ആയിരുന്നാലും അവർക്ക് ജെൻഡറായിട്ട് മാത്രം മാറി ഒരു പെണ്ണാവണം എന്നൊരാണ് ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ ഒരു പെണ്ണാവണം എന്നാണ് ആഗ്രഹിക്കുന്നതും. അതിനെ നമ്മൾ ട്രാൻസ്സെക്ഷുവൽ ആയിട്ട് വരുമ്പോൾ ഈ സെക്ഷുവൽ ആ ഒരു ഇത് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഒരു സ്ത്രീ ആയിട്ട് കാണുള്ളൂ. അങ്ങനെ ഒരു ബോധം അവർക്ക് ഉള്ളിൽ അങ്ങനെയല്ല. ട്രാൻസ്ജെൻഡർ ആയിരിക്കുന്ന പലരും ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെ ഇരിക്കും. കാരണം അവർ നമ്മൾ സോഷ്യൽ പെർസെപ്ഷൻ ആണ്, അവരുടെ മൂവ്മെന്റ്സ് ആണ്, അവരുടെ ഗസ്റ്റേഴ്സ് ആയിരിക്കാം. ഇപ്പൊ പുരുഷനാണെങ്കിൽ സ്ത്രീകളുടെ ഗസ്റ്റേഴ്സ് വരാം. ആ സോഷ്യൽ പെർസെപ്ഷൻ ആയിരിക്കും. അവരുടെ സെക്ഷുവൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇല്ല, ഇപ്പം ഞാനൊരു ഒരു പുരുഷനാണ് പക്ഷെ സ്ത്രീയായിട്ട് മാറുന്നതാണെങ്കിൽ ഞാനുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഞാൻ ഉള്ളിൽ മനസ്സിലാകുന്നത് ഞാൻ ഒരു പുരുഷനാണ് പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയാണ്, എൻ്റെ ഉള്ളിൽ സ്ത്രീയാണ്, ആ സ്ത്രീയാണ് ഈ സെക്സ് അനുഭവിക്കുന്നത് എന്ന് വരാം. ആ സ്ത്രീയായി തന്നെ എനിക്ക് അനുഭവിക്കണം എന്ന് പറയുമ്പോഴാണ് ഞാൻ ട്രാൻസ്സെക്ഷനിലേക്ക് മാറാൻ പോകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ്. നമ്മുടെ ഒരുപാട് വലിയ ആളുകൾ എനിക്ക് പറയാൻ അറിയത്തില്ല. ഐ തിങ്ക് ശ്രീ രവിശങ്കർ ഈസ് എ മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡർ. നന്ദു കൃത്യമായിട്ട് എൻ്റെ ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു സാരി പോലൊരു വേഷമാണ്. പുള്ളി ഒരിടത്ത് പറഞ്ഞ കഴിഞ്ഞ ജന്മം ഞാൻ രാധയായിരുന്നു എന്ന് മനസ്സിലായോ. നമുക്കിത് എടുക്കാവുന്ന എലമെന്റ്സ് ആണ്, ബോധമാണ് ഞാൻ പറഞ്ഞത്. അതൊരു നല്ലതോ മോശമോ ചീത്തയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, അത് ഒരാളുടെ കാഴ്ചപ്പാടാണ്. ഞാൻ കഴിഞ്ഞ ജന്മം രാധയായിരുന്നു എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ കണ്ടിന്യൂഷൻ? നന്ദുവിൻ്റെ ബുക്കിൽ പറയുന്നത്, ഞാനത് പറയുന്നുണ്ട്, ഈ ആസ്പെക്ട് പറയുന്നുണ്ട്, ഞാൻ ആ ബുക്ക് പറയുന്നുണ്ട്. ശ്രീ രവിശങ്കരൻ നന്ദുവിന് കണ്ടപ്പം ഒരു ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡറായ നന്ദുവിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് ഇദ്ദേഹത്തെ കണ്ടത് എന്ന് തന്നെ പറയുന്നുണ്ട് ബുക്കിൽ. അപ്പം അതൊരു നമ്മൾ പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു മോശത്തനമായിട്ട് കാണുന്നു. സ്ത്രീയോ പുരുഷനായിട്ട് ജീവിക്കണമെങ്കിൽ കൊള്ളാം, പുരുഷനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഉത്തമം എന്ന ബോധമാണ് നമുക്ക്. പുരുഷനാണെങ്കിൽ ഉത്തമ പുരുഷൻ, ഉത്തമ സ്ത്രീ ഇല്ലല്ലോ. ഉത്തമ സ്ത്രീ സ്ത്രീത്വമാണ്, മറ്റേ ഉത്തമ പുരുഷനാണ്.